സൈലം IAS സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും. സൈലം IAS എൻറ്റയർ അക്കാഡമിക് ടീം ദേവനാരായണൻ്റെ ഈ വലിയ വിജയത്തിൽ ഒരുപാട് സന്തോഷിക്കുകയാണ് ഇപ്പോൾ. കാരണം സൈലം IAS ഒരു ഫസ്റ്റ് പ്രീമിയം പ്രൊജക്റ്റ് ആയിരുന്നു KAS പ്രോഗ്രാം എന്ന് പറയുന്നത്. ആ പ്രോഗ്രാമിൽ ഓൾ കേരള ലെവലിൽ സ്ട്രീം 1 ഫസ്റ്റ് റാങ്ക് തന്നെ നമ്മൾക്ക് ലഭിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോഴുള്ളത് ദ സ്റ്റാർ ഓഫ് ദി ഡേ ദേവനാരായണനാണ്. ദേവനാരായണനുമായിട്ട് കുറച്ച് വിശേഷങ്ങൾ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ്റെ ഉദ്ദേശം. ദേവനാരായണൻ എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? റിസൾട്ട് വന്നൊരു എക്സൈറ്റ്മെൻറ്റിലാണ് ഇപ്പോഴും. ഒരുപാട് സമയം എടുത്തതായിട്ടൊന്ന് സിങ്ക് ആവാനായിട്ട് സന്തോഷമുണ്ട്. ഒരുപാട് എഫേർട്ട് എടുത്തിരുന്നു, ഒരുപാട് ടൈം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഫലമായിട്ട് കിട്ടിയതാണ് സന്തോഷമുണ്ട്. ആക്ച്വലി ഞങ്ങൾ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾ ഷെയർ ചെയ്തൊരു കാര്യമുണ്ട്. അതായത് ഈ വർക്കിന് ഒരു റിവാർഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു പേഴ്സോണിഫിക്കേഷനാണ് ദേവനാരായണൻ്റെ സക്സസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്കില്ല് സംബന്ധിച്ച് അല്ലെങ്കിൽ സ്കില്ലിൽ ഇപ്പോൾ വളരെ മികച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം, പക്ഷെ അവരെല്ലാവരും വർക്ക് ചെയ്യാൻ അത്രത്തോളം എഫേർട്ട് ഇട്ടു എന്ന് വരില്ല. അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ പേഴ്സോണിഫിക്കേഷനാണ് ദേവനാരായണൻ. എങ്ങനെയായിരുന്നു ദേവനാരായണൻ്റെ പ്രിപ്പറേഷനൊക്കെ? എത്ര കാലം മുമ്പ് KAS പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു? 2022 ജൂലൈയിലാണ് എഞ്ചിനീയറിംഗ് കഴിയുന്നത്. അത് കഴിഞ്ഞ് നേരെ ഒരു വർഷം PSC ആയിരുന്നു. അപ്പോൾ നേരെ സിവിൽ സർവീസ് പഠിക്കാനുള്ളൊരു ധൈര്യം ഇല്ല, അതാണ് സത്യം. ഒരുപാട് അൺസർട്ടനിറ്റി ഉള്ളൊരു എക്സാമിനേഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു PSC പഠിക്കുക, എന്തെങ്കിലും ഒരു ജോലി, വേറെ ഒന്നും വേണ്ട, എന്തെങ്കിലും ഒരു ജോലി, അതിനുശേഷം സിവിൽ സർവീസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ 2022 മുതൽ 2023 വരെ PSC പഠിച്ചു. അപ്പോൾ നല്ലൊരു ബേസ് ഉണ്ടാക്കാൻ പറ്റി. കറക്റ്റ് ഒരു വർഷം പഠിച്ചതിൻ്റെ ഫലമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അതിൽ കണ്ട മുഖങ്ങളും നിങ്ങളുടെയൊക്കെ തന്നെയായിരുന്നു, നിങ്ങളെല്ലാവരും അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഒരു ജോലി കിട്ടുമെന്ന് ഉറപ്പായതോടുകൂടി 2023 അവസാനത്തോടുകൂടി സിവിൽ സർവീസ് തുടങ്ങായിരുന്നു. 2024 ഒരു വർഷം ഇതിനായിട്ടിരുന്നു. 2024 തന്നെയാണ് ജോലിയും കിട്ടുന്നത്. അങ്ങനെ ജോലിയുടെ ആവശ്യത്തിന് വയനാട് പോകേണ്ടി വരുന്നു. അവിടെ വയനാട് ഒരു 4 മാസം ജോലി ചെയ്തു, പിന്നെ ലീവ് എടുക്കായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ലീവ് എടുത്ത് തന്നെ സിവിൽ സർവീസിന് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ KAS എന്നൊരു നോട്ടിഫിക്കേഷനോ സംസാരമോ ആ സമയങ്ങളിലില്ല. സിവിൽ സർവീസിന് പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു മാർച്ച് മാസം 7-ാം തീയതി ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. പിന്നെ സിവിൽ സർവീസ് KAS എന്നീ 2 എയിമായി. അപ്പോൾ എന്തായാലും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും UPSC അതാണ് കുറച്ച് ഹെവി ആയിട്ട് നിൽക്കുന്നുണ്ട്, അത് പഠിച്ചു. PSC ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ KASന് വേണ്ടി കണ്ടൻറ്റ് ഞാൻ സെറ്റായിരുന്നു. ആൻസർ എഴുതാനുള്ള എക്സാമ്പിൾസും ഡാറ്റ, റിപ്പോർട്ട്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് അത് മാത്രം കളക്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ UPSC കഴിഞ്ഞോടുകൂടി സെപ്റ്റംബർ 27 സെക്രട്ടറി ടെസ്റ്റിൻ്റെ വന്നു. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് KASലോട്ട് പ്രോപ്പറായിട്ട് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സെപ്റ്റംബർ 27 സെക്രട്ടേറിയറ്റ് കഴിയുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-18 ദിവസമേ KAS വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ മെയിൻസിന്. അത് ഞാൻ ചെയ്തത് ChatGPTയും ജെമിനി അത് തന്നെയായിരുന്നു, AI തന്നെയായിരുന്നു. അതിൽ ഇങ്ങനെ എക്സാമ്പിൾസ്, റിപ്പോർട്ട്സ് അതെല്ലാം കളക്ട് ചെയ്ത് ഞാൻ പ്രിൻ്റ് എടുത്തു. അത് തന്നെ വീണ്ടും എന്ത് ചോദിച്ചാലും എനിക്ക് എഴുതാൻ എക്സാമ്പിൾ ഉണ്ടായിരിക്കണം, എനിക്കൊരു വേ ഫോർവേഡ് കൊടുക്കാൻ പറ്റണം. പൊളിറ്റിയിലാണെങ്കിൽ സെക്കൻഡ് ARC ഉറപ്പായിട്ട് എഴുതാൻ പറ്റണം. അങ്ങനെ ഞാൻ ഓരോന്നിനും എക്സാമ്പിൾ, അതെന്തായാലും ഇപ്പോൾ ഒരു കമ്പാരിസൺ ഇന്ത്യ വേഴ്സസ് കേരള എന്നുള്ള രീതിയിൽ ഡാറ്റ, ഇപ്പോൾ മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് ആയാലും അങ്ങനെ എല്ലാത്തിനും ഒരു ഇത് വെച്ചിരുന്നു. അത് പ്രിൻ്റ് എടുത്ത് വീണ്ടും ആ ഒരു 18 ദിവസം എന്ന് പറയുന്നത് പഠിത്തമല്ല, റിവിഷനാണ്. പഠനം ഒരു വർഷം മുന്നേ കഴിഞ്ഞതാണ് PSCയുടെ ബേസ്. അതിനോടൊപ്പം ഇത് ചെയ്തു, കണ്ടിന്യൂസ്ലി വായിച്ചു. അതിനോടൊപ്പം തന്നെ പല മൾട്ടിപ്പിൾ അക്കാഡമീസിൻ്റെ ആൻസർ കീസൊക്കെ റിവൈസ് ചെയ്തു. പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ മാപ്പ് വരയ്ക്കുമല്ലോ, ഡയഗ്രാം. ഇപ്പോൾ കേരളം, ഇന്ത്യ, വേൾഡ് എന്നീ മാപ്പ് സെറ്റായിരുന്നു. അത് കൂടാതെ ഞാൻ തിരുവിതാംകൂറിൻ്റെ മാപ്പും പഠിച്ചിരുന്നു. തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ എന്തായാലും ചോദിക്കും. അപ്പോൾ എനിക്കത് വരയ്ക്കാനും പറ്റി. ഇപ്പോൾ തിരുവിതാംകൂർ എന്തുകൊണ്ടാണ് 19-ാം നൂറ്റാണ്ടിൽ ധർമ്മരാജ്യം എന്ന്, അത് ഞാൻ തിരുവിതാംകൂറിൻ്റെ മാപ്പ് വരച്ചു. മാറുമറയ്ക്കൽ സമരം ഉണ്ടായിരുന്നു, അതിന് മാപ്പ് വരച്ചു. തിരുവിതാംകൂറിലാണല്ലോ ലൊക്കേഷൻ. അതുപോലെ ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സിൽ നിന്ന് കുറേ ഡയഗ്രാം കിട്ടിയിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത് ഇന്നോവേറ്റീവായി എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കൊടുക്കുക, വേ ഫോർവേഡ് കൊടുക്കുക, അങ്ങനെയൊക്കെ എക്സാമ്പിൾസ് എല്ലാത്തിനും എഴുതുക. ഇതൊക്കെയാണ് ചെയ്ത്, ഇങ്ങനെയാണ് ഈ ഒരു രീതിയിലാണ്. ഇപ്പോൾ ദേവനാരായണനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ഈ അക്കാഡമിക് ടീമിന് ഈ ഇടയ്ക്കല്ല ദേവനാരായണനെ പരിചയമുള്ളത്. നമ്മൾ ഒരുപാട് നാൾ മുമ്പ് കേട്ട് പരിചയിച്ചൊരു പേരാണ് ദേവനാരായണൻ. നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന മെസ്സേജുകളിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ പരസ്പരം സംസാരിക്കാറുള്ളൊരു പേരാണ്. പേരും വളരെ യുണീക്ക് ആണെന്നുള്ളത് കൊണ്ട് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് നിൽക്കാറുള്ള ഒരു കാര്യമാണ്. ചോദിക്കുന്നുകൊണ്ടൊന്നും തോന്നരുത്, ഈ സൈലം IAS അക്കാഡമിക് ടീം ഏത് എക്സ്റ്റെൻഡ് വരെ ദേവനാരായണനെ ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ദേവനാരായണനെ സീം സാറിൻ്റെ അടുത്ത് 1-on-1 ഇരുന്നിട്ടുണ്ട്, മോക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊക്കെ ഈ സൈലം IAS ഒരു അക്കാഡമിക് ടീം ഏത് എക്സ്റ്റെൻഡ് വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ദേവനാരായണനെ? സാറ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപാട് നേരിട്ട് കാണുന്ന വളരെ കുറവാണ്. ഞാനിപ്പോൾ അസീം സാറിനെ ആണെങ്കിലും നേരിട്ട് കാണുന്ന ഇൻ്റർവ്യൂവിൻ്റെ ആ ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്ന ടൈമിലായിരുന്നു, ബയോഡാറ്റ.
ബാക്കി നിങ്ങളെല്ലാവരും എനിക്കറിയാം. എനിക്ക് നിങ്ങളെല്ലാവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫ്രണ്ടാണ്. ഞാൻ എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു. മാഡത്തിനെ അറിയാം, സാറിനെ അറിയാം, എല്ലാവരും അറിയാം. എൻ്റെ PSC പഠനത്തിൽ ബേസ് തന്ന ആളുകളിൽ കുറച്ച് പേര് നിങ്ങളാണ്. അതിപ്പോൾ ഏറ്റവും ഞാൻ ഹിസ്റ്ററി ഓപ്ഷണലാണ് UPSC എടുത്തത്. അപ്പോൾ അത് അസീം സാറിൻ്റെ ഒരു ഹെൽപ്പ് അവിടെ നിന്നുണ്ടായി. എക്കണോമി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടിയ ഒരു സബ്ജക്റ്റാണ്. എക്കണോമിക്സ് എന്നുള്ളത്, ഞാൻ എൻജിനീയറിംഗ് ആയിരുന്നു, ഞാൻ ഹിസ്റ്ററിയിലാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്. അപ്പോൾ എക്കണോമിക്സ് എന്നുള്ളത് ഞാനായിട്ട് വളരെ അകന്ന് നിൽക്കുന്ന ഒരു വിഷയം. പക്ഷെ അതിനെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്ത് തന്നൊരു വ്യക്തിയാണ് ഈ നടുക്കിയിരിക്കുന്നത് അദ്ദേഹം. വളരെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ആവശ്യം ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ പഠിപ്പിക്കാൻ തീർച്ചയായും അത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലേക്ക് ഇൻസ്റ്റാഗ്രാമിലെ കമൻറ്റ് നോക്കിയാലും അങ്ങനെ തന്നെയാണ്. അവൻ്റെ സാറിൻ്റെ അതിന് പൊളിറ്റി, മാഡത്തിൻ്റെ ജോഗ്രഫി, മാഡത്തിൻ്റെ സൗണ്ട് എപ്പോഴും എൻ്റെ ഇതിലിങ്ങനെയുണ്ട്. ഫുള്ള് എല്ലാ കോൺസെപ്റ്റും മാഡത്തിൻ്റെ വെച്ചാണ് ബേസ് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഒരാളെന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും. ഞാൻ ഒരുവിധം തിരുവനന്തപുരത്തെ അധ്യാപകരുമായിട്ട് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. എങ്ങനെ പറയണമെന്ന് അറിയില്ല, നിങ്ങളെല്ലാവരും ഭാഗമാണ്. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ടൈമിലായാലും സാറിൻ്റെ മോക്ക് തന്നു. പിന്നെ അല്ലാതൊരു നമ്മളൊരു റിയൽ മോക്ക് എടുത്തു. അതിലൊക്കെ ഞാൻ വളരെ പേടിച്ച് അങ്ങനത്തെ ഒരു ശീലമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതിൽ ഒരുപാട് റെസ്പോൺസ് കിട്ടി. എൻ്റെ ആൻസർ കുറച്ചും കൂടി മോഡിഫൈ ചെയ്ത് പ്രയോറിറ്റൈസ് ചെയ്ത് പറഞ്ഞതൊക്കെ ഒരു ഫീഡ്ബാക്ക് കിട്ടി. അപ്പോൾ എല്ലാ അർത്ഥത്തിലും എപ്പോഴും നിങ്ങളെല്ലാവരും ഉണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ദേവനാരായണൻ്റെ ഒരു ഫ്യൂച്ചർ സ്വപ്നം എന്താണ് ഇനി അങ്ങോട്ട്? ഇപ്പോൾ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടി, ഇനിയിപ്പോൾ സർവീസിലേക്ക് കയറാൻ പോകുന്നു. എന്താണ് ഇനി ഭാവി സ്വപ്നങ്ങൾ? ഭാവി ഒരു റിലീഫാണ്. ഇപ്പോൾ ഒരുപാട് ഈ പ്രത്യേകിച്ച് മെയിൻസ് റിസൾട്ട് വരുന്ന ഡിസംബർ 6-ന് ശേഷം ഒരു 50 ദിവസത്തോളം ഇൻ്റർവ്യൂവിന്, ഡിസംബർ 6-ന് മുന്നേ ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ബയോഡാറ്റ തയ്യാറാക്കൽ തുടങ്ങിയിരുന്നു. അത് കഴിഞ്ഞ് അത്യാവശ്യം കാര്യമായ ബയോഡാറ്റയിൽ ഇൻവെസ്റ്റ് ചെയ്തു. പിന്നെ ഇതായിരുന്നു ഇത്രയും നാളത്തെ ഒരു രീതി. അപ്പോൾ ഇനി അക്കാഡമിക്കലി പറയുകയാണെങ്കിൽ എനിക്കിനി 5 തവണ കൂടെ UPSC എഴുതാം, 5 അവസരം കൂടിയുണ്ട്. അപ്പോൾ അതെന്തായാലും എഴുതണമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നാളെ തീരുമാനം മാറുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ അത് എഴുതണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒന്നും കൂടി കഴിഞ്ഞ മെയിൻസ് ഞാൻ ഇപ്രാവശ്യം എഴുതിയിരുന്നു. അപ്പോൾ അതിന് പറ്റിയ മിസ്റ്റേക്സ് എനിക്ക് മനസ്സിലായി. മാർക്ക് വന്നിട്ടില്ല, വരാനുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് സെറ്റായി UPSC പരമാവധി തവണ എഴുതുക, അത് ഒരിത്. ഇനി കേസിലേക്ക് വരികയാണെങ്കിൽ എന്താണ് കേസ് എന്നുള്ളത് ഇനി സർവീസിൽ കയറിയാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താണോ നമുക്ക് കിട്ടുന്ന റെസ്പോൺസിബിലിറ്റീസ് അതിനെ സത്യസന്ധമായും ഓണസ്റ്റായും റെസ്പോൺസിബിളായും ചെയ്ത് തീർക്കുക എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അപ്പോൾ ഏതായാലും ദേവനാരായണൻ്റെ ഈ വിജയത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ള സന്തോഷം നിങ്ങളെല്ലാവരോടുമായി പങ്കുവെക്കുന്നു. ദേവനാരായണൻ്റെ ഫ്യൂച്ചർ ഡ്രീംസ് എല്ലാം വളരെ സക്സസ്ഫുള്ളായി തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് എത്തിച്ചേരട്ടെ. അത് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. സൈലം IAS ഈ വിജയത്തിൽ ദേവനാരായണനോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും. തുടർന്നങ്ങോട്ടും ദേവനാരായണന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ആശംസകളും സൈലം IASൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. സോ താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.